Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കുനാഫയിലേക്കുള്ള ഡോ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡോ ആണ്. അപ്പോൾ അതും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കുനാഫയാണ്. നല്ല ടേസ്റ്റിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം കുനാഫ ഡോ തയ്യാറാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു വലിയ ഫ്രൈങ് പാനിൽ ചെയ്തെടുക്കാനാണ് എങ്കിൽ 1 കപ്പ് മൈദയിൽ ഈ ഒരു ഡോ ശരിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ഡോ ഇരിപ്പുണ്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. മൊത്തത്തിൽ 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്തിട്ടുണ്ട്. ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനായിട്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മളിത് ചെറുതായിട്ട് പൈപ്പ് ചെയ്ത് ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് പൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് അടയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അരിച്ചെടുക്കുക തന്നെ ചെയ്യണം. ഇതിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഏതെങ്കിലും ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ അല്ലാതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറായാലും മതി. എന്നിട്ടൊരു ചെറിയൊരു ഹോൾ മാത്രമേ ഇട്ട് കൊടുക്കാവൂ. നന്നായിട്ട് ഒന്ന് അതിൻ്റെ മറ്റേ സൈഡൊന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ചൂടായ ഫ്രൈങ് പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ കുനാഫ ഡോ റെഡിയാക്കി എടുക്കാൻ പറ്റും. ചെറുതായിട്ട് തന്നെ ഹോളിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ പെട്ടെന്നായി കിട്ടും. ഇനി ഇതെടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. നമ്മളിത് ചെറുതായിട്ട് പൈപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ഒരുപാട് ടൈമൊന്നും വേണ്ട. ഇതേപോലെ ചുറ്റി കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം മതി. പെട്ടെന്ന് തന്നെ ഒരു 10 സെക്കൻഡൊക്കെ ആകുമ്പോൾ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്നായി കിട്ടും. ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കുനാഫ റെഡിയാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ ഡോ റെഡിയാക്കിയിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഇനി ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർക്കണം. ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ. പിന്നീട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിക്കാക്കി എടുക്കാം. ഇത് ഫ്ലെയിം ഓൺ ചെയ്യാതെ തന്നെ ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾ ക്രീം ചീസാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോഴും ചേർത്ത് കൊടുക്കുക. ക്രീം ചീസിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. ഞാനിതിൽ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പിന്നീട് സെറ്റ് ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കാത്തത്.
ഇനി കുനാഫ ഡോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നേരത്തെ ഫ്രീസറിൽ ഇരുന്നിട്ടുണ്ടായിരുന്നതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഒന്ന് കൈകൊണ്ട് പൊടിച്ചാൽ തന്നെ പൊടിഞ്ഞു വരും. ഞാനൊരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സായിട്ട് ബട്ടർ എല്ലായിടത്തേക്കും ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് ചോപ്പായിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട് ബട്ടറൊക്കെ. നമുക്ക് ഓവനിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്രൈങ് പാനിലാണ് ചെയ്യുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഫ്രൈങ് പാനാണ്. പിന്നെ കേക്ക് ടിന്നിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്യാൻ പറ്റിയ ഒരളവിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുനാഫയിൽ ചെറിയൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് ഫുഡ് കളർ 1 ഡ്രോപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് ആ ബട്ടറിൻ്റെ ഒപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഓറഞ്ച് കളർ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തേക്കും നന്നായിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ബട്ടർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കുനാഫ ഡോ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. എല്ലായിടത്തേക്കും നല്ലപോലെ തന്നെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ക്രീം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ചൂടിൽ നന്നായിട്ട് അങ്ങ് മെൽറ്റായി കിട്ടും. അതുകൊണ്ടാണ് ക്രീം ചീസ് നേരത്തെ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ക്രീം നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് ക്രീം ചീസാണ് ചേർക്കുന്നതെങ്കിൽ ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചീസൊന്നും ഇല്ലെങ്കിലും ആ പാലും കോൺഫ്ലോറും ഒക്കെ ചേർത്തിട്ടുള്ള ആ ക്രീം മാത്രമായാലും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മുകളിലായിട്ട് ബാക്കി പകുതി വെച്ചിട്ടുണ്ടായിരുന്ന കുനാഫ ഡോ കൂടെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു അയണിൻ്റെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റോളം ആ അടിഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള പഞ്ചസാര പാനിക്കായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഷുഗറും 1 കപ്പ് വെള്ളത്തോടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ടേസ്റ്റ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ടിട്ട് ഇതിലേക്ക് വീണ്ടും ഈ ഒരു മുകൾ ഭാഗം കൂടെ ഒന്ന് നന്നായിട്ട് കുക്കാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളിത് ഓവനിൽ ചെയ്യുകയാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതി. 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ വീണ്ടും തിരിച്ച് ആ ഫ്രൈങ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടിപ്പോകാനുള്ള സൈഡൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ വരില്ല. ഇതിങ്ങനെ ഫ്രൈങ് പാനിൽ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ സൈഡൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് ആ താഴ്ഭാഗം ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ കുനാഫ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഫ്രൈങ് പാനിൽ തന്നെ വെച്ചിട്ട് ആ സിറപ്പ് ഒഴിച്ചു കൊടുത്താലും മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെയുള്ള
ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് പൊടിച്ച പിസ്ത കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ചെറിയൊരു ടേസ്റ്റും ഉണ്ടാവും പിസ്തയുടെ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കുനാഫയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്